1999 മുതൽ 2018 വരെ ഇന്ത്യൻ ടീമിൻ്റെ ഒരു ഭാഗമാവുകയും കേരള ടീമിൻ്റെ ഒരു ഭാഗമായൊക്കെ എനിക്ക് കളിക്കാനൊക്കെ സാധിച്ചിരുന്നു. പത്തനംതിട്ടയിൽ വെച്ച് നടക്കുന്ന ഒരു നാഷണൽ വോളിബോൾ ടൂർണമെൻറ്റിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഇഞ്ചുറി വന്നെന്ന് പറയുക. കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ബോൾ തിരിഞ്ഞു വന്ന ബോൾ ചാടി അടിക്കുന്ന സമയത്ത് കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ടയ്ക്ക് മേലുള്ള പെറ്റലാറ്റൻ എന്ന് പറയുന്ന ലിഗമെൻ്റ് പൊട്ടിപ്പോയി. അപ്പം സ്പോർട്സ് എന്ന് പറഞ്ഞാൽ അത്രയും ജീവനായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനൊരു ഇഞ്ചറി പറ്റുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു വിഷമമായിരുന്നു ഇതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യുമെന്നുള്ളത്. ആ ഒരു സമയത്ത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ ആ ടീം വർക്കാണ്, പ്രത്യേകിച്ച് ഷില്ലർ സാറും സജീഷ് സാറും അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇന്നത്തെ ഒരു നിലയിലേക്ക് നമുക്ക് ടോമിനെ വീണ്ടും കാണാൻ സാധിച്ചത്. ഇന്ത്യയിൽ ഇപ്പം തന്നെ പേര് കേട്ട ഡോക്ടറാണ് നമ്മുടെ ഷില്ലർ ഡോക്ടർ സാറ്. എന്ന് വെച്ചാൽ സ്പോർട്സ് മെഡിസിനിൽ അഗ്രഗണ്യം എന്ന് പറയുന്നത്, അഗ്രഗണ്യം എന്ന് പറയാൻ തന്നെ ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ ഫുട്ബോൾ താരങ്ങളായ IM വിജയൻ്റെയും അതേപോലെ തന്നെ PT ഉഷ മാമിൻ്റെയും ഒക്കെ ഇഞ്ചുറികളിലൊക്കെ ചെയ്ത് അവരൊക്കെ സ്പോർട്സ് ഫീൽഡിലേക്ക് വന്നു എന്നറിയുന്നത് തന്നെ നമ്മുടെ ഒരു കായിക താരത്തെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ന്യൂസാണ്. അതൊക്കെ കേട്ടൊക്കെയാണ് ഞാനൊക്കെ ഈ ബേബി മെമ്മോറിയലിനെക്കുറിച്ചും ഷില്ലർ സാറിനെ കുറിച്ചൊക്കെ അറിയുന്നത്. ഞാൻ ഡോക്ടറെ ചോദിച്ചു, ഓപ്പറേഷൻ ചെയ്യാതെ ഈ ഇഞ്ചുറി മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കാരണവശാലും പറ്റത്തില്ല, അത്രയ്ക്കും മേജറായ ഒരു ഇഞ്ചുറിയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ സമ്മതിച്ചു. ഡോക്ടർ ഓപ്പറേഷന് കയറ്റി. ഓപ്പറേഷനൊക്കെ സക്സസ് ആയി കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ എൻ്റെ അടുത്ത് കാലിൽ തട്ടിയിട്ട് പറഞ്ഞു, ടോമി ഓപ്പറേഷൻ കഴിഞ്ഞു, എല്ലാം സക്സസ് ആയി. ഒരു 6 മാസം 7 മാസത്തിന് ശേഷം ഞാൻ കളിക്കളത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് ചെയ്തത്. अर्जुन पुरस्कार प्रदान किया जाता है श्री टॉम जोसेफ. ഒരു ഇഞ്ചുറി വന്നാൽ ആ ഇഞ്ചുറി ഉണ്ടെങ്കിൽ മാത്രമേ ഡോക്ടർ ഓപ്പറേഷൻ പറയുള്ളൂ, അല്ലെങ്കിൽ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ അത് മാറ്റിയെടുത്താൽ മതി എന്ന് പറയും ഡോക്ടർ. സർജറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഫിസിയോതെറാപ്പി. സജീഷ് എന്ന് പറയുന്ന സാറായിരുന്നു ഞങ്ങളെയൊക്കെ ഫിസിയോതെറാപ്പി ചെയ്തത്. ആ ഫിസിയോതെറാപ്പി നമ്മൾ കണ്ടിന്യൂസ് റെഗുലറായി ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും കളിക്കളത്തിൽ തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊരു പെയിൻ വന്നാൽ പോലും ഒരു ഫിസിയോതെറാപ്പി സെൻറ്ററിൽ അല്ലെങ്കിൽ സജീഷിനെ പോലെയുള്ള എക്സ്പീരിയൻസ് ആയ ഫിസിയോതെറാപ്പിയുടെ അടുത്ത് പോയി നമ്മൾ അത് ചെയ്തിരിക്കണം. ഇതേപോലെ ഒരു ഓൾ ഇന്ത്യ ടൂർണമെൻറ്റ് ഗോവയിൽ വെച്ച് നടക്കുകയുണ്ടായി. ഗോവയിൽ വെച്ച് നടക്കുന്ന ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെൻറ്റിൽ ഞാൻ പങ്കെടുക്കുന്ന ശേഷം ഫൈനൽ കളിക്കുന്ന സമയത്ത് കാലിൻ്റെ കുതിരമ്പ് പൊട്ടിപ്പോയി. ആദ്യം വന്ന ഇഞ്ചുറി വന്ന പോലെ തന്നെ ഞാൻ വീണ്ടും അത് റിഹാബ് ചെയ്തു. വീണ്ടും എനിക്ക് കളിക്കളത്തിലേക്ക് തിരിച്ചു വരാനൊരു അവസരം കൂടെ കിട്ടി. ഫിസിയോതെറാപ്പിയും ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റും കൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ ഇപ്പോഴും വോളിബോൾ കരിയറിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് തന്നെ.